വെൽക്കം ബാക്ക്. ING ഫോംസ് ഉപയോഗിക്കുന്ന സെന്റൻസ് പാറ്റേൺസ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ING ഫോംസ് എന്ന് പറയുമ്പോൾ വെർബ്സ്, അതാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ. ആ ധാരണ ശരി തന്നെയാണ്. ING ഫോംസ് വെർബായി തന്നെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ING ഫോംസ് വെർബ്സ് അല്ല. തനിച്ച് നിൽക്കുന്ന ING ഫോംസ് ആക്ച്വലി ഒരിക്കലും വെർബ്സ് അല്ല. ഒരു ING ഫോം തനിച്ച് വരുമ്പോൾ അത് പൊതുവെ നൗൺ ആയി അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ING ഫോംസ് നൗൺസ് ആയി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ജെറണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് പറയും. ഇന്നത്തെ ക്ലാസ് ജെറണ്ട്സിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ING ഫോം ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇഷ്ടമാണ്. ലൈക്ക് എന്നോ ലവ് എന്നോ പറയാം. സബ്ജക്റ്റ് ഐ ആണ്. ഐ ലവ് പുസ്തകങ്ങൾ, ബുക്സ്. ഐ ലവ് ബുക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ലൈക്ക് ബുക്സ് എന്ന് പറയാം. പുസ്തകങ്ങൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വായന ഇഷ്ടമാണ് എന്ന് തന്നെയാണ്. ഇവിടെ സബ്ജക്റ്റ് ഐ, ലവ് വെർബാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബുക്സ് എന്ന നൗൺ ആണ്. ഇംഗ്ലീഷിലെ സെന്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും നോർമലി നൗൺസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊനൗൺസ് ആയിരിക്കും. ഇതും അല്ലെങ്കിൽ നൗണിന് ഈക്വലായ മറ്റൊരു വേർഡ് ആയിരിക്കണം. നമുക്ക് പലപ്പോഴും ING ഫോംസിനെയും സബ്ജക്റ്റായിട്ടും ഒബ്ജക്റ്റായും യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ING ഫോം അവിടെ നൗണിന് ഈക്വൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അതവിടെ ജെറണ്ടാണ്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. എനിക്ക് വായന ഇഷ്ടമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എനിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണ് എന്നാണ്. ഐ ലവ് ബുക്സ്. എനിക്ക് വായന ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടത്. വായന, റീഡിങ്. ഐ ലവ് റീഡിങ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് ലവ് ആണ്. ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇഷ്ടമുള്ളത്? വായനയാണ് ഇഷ്ടമുള്ളത്. ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് റീഡിംഗ് എന്ന ING ഫോം ആണ്. ഇങ്ങനെ ഒരു ING ഫോം ഒബ്ജക്റ്റ് ആയി വരുമ്പോൾ അത് നൗണിന് ഈക്വൽ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലായ്പ്പോഴും നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഇക്വാലന്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ റീഡിംഗ് എന്ന ING ഫോം നൗണിന് ഈക്വൽ ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇങ്ങനെ ING ഫോം ഒബ്ജക്റ്റ് ആയോ സബ്ജക്റ്റ് ആയോ വരുമ്പോൾ നമ്മൾ അതിന് പറയുക വെർബൽ നൗൺ അല്ലെങ്കിൽ ജെറണ്ട് എന്നാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ആണ്. ഇവിടെ അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ലവ് റീഡിംഗ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. അതെങ്ങനെയാ പറയുന്നത്? ഐ ലവ് റീഡിംഗ് ബുക്സ്. ഇവിടെയും തന്നെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് റീഡിംഗ് എന്ന ING ഫോം ആണ്. പിന്നെ ആ ഒബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ബുക്സ് വന്നിരിക്കുന്നത്. ING ഫോംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ING ഫോം സബ്ജക്റ്റായി ഉപയോഗിച്ചാലും ഒബ്ജക്റ്റായി ഉപയോഗിച്ചാലും അത് ആക്ച്വലി വെർബ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെർബൽ നൗൺ എന്ന് പറയുന്നത്. അതിന് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ട്. വെർബിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, നൗണിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ വെർബിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ING ഫോമിന് അതിൻ്റെ സ്വന്തമായ ഒബ്ജക്റ്റും ഉണ്ടാവാം. ഇവിടെ ലവ് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് റീഡിംഗ് എന്ന ING ഫോം ആണ്. ബുക്സ് എന്ന് പറയുന്നത് ആ റീഡിംഗ് എന്ന വെർബൽ നൗണിൻ്റെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ള നൗണാണ്. അവൾക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ അതെങ്ങനെയാണ് പറയാം? ഷീ ലവ്സ് ടേക്കിംഗ് ഫോട്ടോസ് അല്ലെങ്കിൽ ടേക്കിംഗ് പിക്ചേഴ്സ്. ഇവിടെ ലവ്സ് എന്നാണ് പറയുന്നത്, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. സിനിമ കാണാൻ ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ലവ് വാച്ചിങ് മൂവീസ്. ഇവിടെയൊക്കെ ലവ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റായി വരുന്നത് ടേക്കിംഗ്, വാച്ചിങ് എന്നൊക്കെ പറയുന്ന ING ഫോംസ് ആണ്. പിന്നെ അതിൻ്റെയും ആ ING ഫോമിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ പിക്ചേഴ്സ്, മൂവീസ് അതെല്ലാം വരുന്നത്. ഇപ്പൊ നോക്കിയ എക്സാമ്പിൾസിൽ ING ഫോം നമ്മൾ ഒബ്ജക്റ്റ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ING ഫോം നമുക്ക് സബ്ജക്റ്റായും യൂസ് ചെയ്യാം. സബ്ജക്റ്റായി യൂസ് ചെയ്യുമ്പോൾ അത് വെർബിന് മുന്നിൽ വരും. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു എക്സാമ്പിൾ പറയാം. പുകവലി നിങ്ങൾക്ക് നല്ലതല്ല. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ സിഗരറ്റിന്റെ ഒക്കെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പുകവലി ഹാനികരമാണ്. അതെങ്ങനെയാ പറയുന്നത്? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അവിടെ സ്മോക്കിംഗ് സബ്ജക്റ്റ് ആയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്മോക്കിംഗ് നിങ്ങൾക്ക് നല്ലതല്ല. അതെങ്ങനെ പറയും? സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ യു. ഇവിടെ സബ്ജക്റ്റായി ഉപയോഗിച്ചിട്ടുള്ളത് സ്മോക്കിംഗ് എന്ന ING ഫോം ആണ്. ING ഫോംസ് സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ING ഫോംസിന് സിംഗുലർ ഫോംസ്, പ്ലൂറൽ ഫോംസ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ING ഫോം സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ എപ്പോഴും സിംഗുലർ വെർബ്സ് ആണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. സ്മോക്കിംഗ് ആർ എന്നല്ല പറയുന്നത്, സ്മോക്കിംഗ് ഈസ് എന്നാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കൂ. സ്മോക്കിംഗ് സിഗരറ്റ്സ് ഈസ് ബാഡ് ഫോർ യു. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിഗരറ്റ്സ് എന്ന പ്ലൂറൽ നൗൺ കണ്ടതുകൊണ്ട് മാത്രം ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്ന് കരുതരുത്.
ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്ന വെർബൽ നൗണിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ആക്ച്വൽ സബ്ജക്റ്റ് സ്മോക്കിംഗ് എന്ന ജറണ്ട് വെർബൽ നൗൺ ആണ്. ING ഫോംസ് എപ്പോഴും നമ്മൾ സിംഗുലർ ആയാണ് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെർബും സിംഗുലർ തന്നെ ആയിരിക്കണം. സ്മോക്കിംഗ് സിഗരറ്റ്സ് ഈസ് ബാഡ് ഫോർ യു. ക്ലൈംബിംഗ് മൗണ്ടെയിൻസ് ഈസ് ഗുഡ് ഫോർ യു. മല കയറുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇവിടെ ഫ്രൂട്ട്സ് പ്ലൂറൽ നൗൺ ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വെർബായി ഈസ് ആണ്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഈറ്റിംഗ് എന്ന ജെറണ്ട് ആണ്, വെർബൽ നൗൺ ആണ്. അതിക്രമിച്ച് കയറുന്നത് അനുവദനീയമല്ല. ഇതെങ്ങനെയാ പറയുന്നത്? അതിക്രമിച്ച് കയറുക, ട്രെസ്പാസിങ്. നമ്മളൊരു പ്രോപ്പർട്ടിയിൽ അനുവാദമില്ലാതെ നമ്മൾ കയറുന്നതിനാണ് നമ്മൾ ട്രെസ്പാസിംഗ് എന്ന് പറയാം. അത് അനുവദനീയമല്ല. അനുവദനീയമല്ല എന്നതിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് നോട്ട് അലൗഡ് ആണ്. നമുക്കിത് ഇങ്ങനെ പറയാം, ട്രെസ്പാസിംഗ് ഈസ് നോട്ട് അലൗഡ്. അങ്ങനെ പറയാവുന്നതാണ്. ട്രെസ്പാസിംഗ് ഈസ് നോട്ട് അലൗഡ്. ഇവിടെ സബ്ജക്റ്റ് ആണ് ട്രെസ്പാസിംഗ് എന്ന വെർബൽ നൗൺ അഥവാ ജെറണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സിംഗുലർ വെർബാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായി പറയാം. ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുമ്പോൾ അനുവദനീയമല്ല എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ മതിലൊക്കെ എഴുതിയിട്ടുണ്ടാവുക അനുവദനീയമല്ല എന്നല്ല, നിരോധിച്ചിരിക്കുന്നു എന്നാണ്. പൊതുവെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ എഴുതില്ല, പക്ഷെ ഇംഗ്ലീഷിൽ അത് അങ്ങനെയാണ് പറയുന്നത്. ട്രെസ്പാസിംഗ് ഈസ് പ്രോഹിബിറ്റഡ്. പ്രോഹിബിറ്റഡ് എന്ന് പറയുമ്പോൾ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ഇത് രണ്ടിന്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. വായനയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം. ഏറ്റവും ഇഷ്ടമുള്ള വിനോദം എന്നതിന് നമുക്ക് ഫേവറിറ്റ് പാസ് ടൈം എന്ന് പറയാം. വായന, റീഡിംഗ്. റീഡിംഗ് ഈസ് മൈ ഫേവറിറ്റ് പാസ് ടൈം. ഇവിടെ സബ്ജക്റ്റ് റീഡിംഗ് എന്ന ING ഫോം ആണ്. വെർബ് സിംഗുലർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ തന്നെ വേറൊരു രീതിയിലും പറയാം. മൈ ഫേവറിറ്റ് പാസ് ടൈം ഈസ് റീഡിംഗ്, അല്ലെങ്കിൽ മൈ ഫേവറിറ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ്. ഇവിടെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത് മൈ ഫേവറിറ്റ് ആക്ടിവിറ്റി എന്ന നൗൺ ഫ്രേസ് ആണ്. റീഡിംഗ് ഇവിടെ ഒബ്ജക്റ്റ് അല്ല. ഈസ്, ആം, ആറിന് ശേഷം ഇങ്ങനെ ജെറൻസ് വരുമ്പോൾ അതവിടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. ആക്ച്വലി ഒബ്ജക്റ്റ് അല്ല. കാരണം ഈസ്, ആം, ആറിനൊന്നും ഒബ്ജക്റ്റ് ഉണ്ടാവാൻ സാധിക്കില്ല. ഈസ്, ആം, ആർ ഈ വാക്കുകളുടെ അർത്ഥം ആണ് എന്നാണ്. അതിന് പിന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാവാൻ സാധിക്കില്ല. അതിനുശേഷം വരുന്ന ING ഫോം സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ഗ്രാമർ ഇപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. സബ്ജക്റ്റ് കോംപ്ലിമെന്റ്സിനെ കുറിച്ച് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്സിനെ കുറിച്ചെല്ലാം നമ്മൾ വേറെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യത്തെ സെന്റൻസിൽ റീഡിംഗ് സബ്ജക്റ്റ് ആയി തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ റീഡിംഗ് ഒബ്ജക്റ്റ് ആയല്ല, സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബി എന്ന ഫാമിലിയിൽ വരുന്ന വേർബ്സ് ആണ് ഈസ്, ആം, ആർ, വാസ്, വെർ. ഈ വേർബ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ സാധിക്കില്ല. അപ്പൊ അതിനുശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ ING ഫോം സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഐ ആം റീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആ റീഡിംഗ് ആ വെർബിന്റെ ഭാഗമാണ്, അല്ലാതെ അതവിടെ കോംപ്ലിമെന്റ് അല്ല. ഐ ആം റീഡിംഗ് എന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അവിടെ നമ്മൾ ആ പ്രസന്റ് കണ്ടിന്യൂസ് വെർബ് ഫോം ഉണ്ടാക്കാനാണ് അവിടെ ആ റീഡിംഗ് എന്ന ING ഫോം യൂസ് ചെയ്തിട്ടുള്ളത്. അതവിടെ വെർബായി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റീഡിംഗ് ഈസ് മൈ ഫേവറിറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സെന്റൻസിൽ റീഡിംഗ് സബ്ജക്റ്റ് ആണ്. അതൊരു നൗൺ ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ജെറണ്ടായി ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ING ഫോംസിന് വേർബ്സായും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ജെറൻസ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടുതൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അവൾക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. ഷീ ലവ്സ് ആനിമൽസ്. സബ്ജക്റ്റ് ഷീ ആണ്. വെർബ് ലവ്. ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന സിംഗുലർ പ്രൊനൗൺ ആയതുകൊണ്ട് നമ്മൾ വെർബിന് ശേഷം ഒരു എസ് ഉപയോഗിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ഐ ലവ് ആനിമൽസ് എന്നാണ് പറയുക. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് ഷീ ലവ്സ് ആനിമൽസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ നൗണോ പ്രൊനൗണോ ആയി വരുന്ന സമയങ്ങളിൽ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. മറ്റു ടെൻസസിൽ ഒന്നും ഈ പ്രത്യേകത ഇല്ല. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അവൾക്ക് തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഇഷ്ടമാണ്. തെരുവ് മൃഗങ്ങൾ, സ്ട്രേ ആനിമൽസ് അങ്ങനെ നമുക്ക് പറയാം. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ അവൾക്ക് ഇഷ്ടമാണ്. ലവ്സ് ഭക്ഷണം നൽകാൻ. ഷീ ലവ്സ് ഫീഡിങ് സ്ട്രേ ആനിമൽസ്. അവൾക്ക് തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഇഷ്ടമാണ്. ഇവിടെ സബ്ജക്റ്റ് ഷീ, വെർബ് ലവ്സ്, അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഫീഡിങ് എന്ന ING ഫോം ആണ്. ഭക്ഷണം നൽകുക അതാണ് അവൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി. ആർക്ക് ഭക്ഷണം നൽകണം? സ്ട്രേ ആനിമൽസിന്. അപ്പോൾ സ്ട്രേ ആനിമൽസ് ഇവിടെ ഫീഡിങ് എന്ന വെർബൽ നൗണിന്റെ ഒബ്ജക്റ്റ് ആണ്. ലവ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആയി വന്നിട്ടുള്ളത് ഫീഡിങ് എന്ന ING ഫോം ആണ്. ഷീ ലവ്സ് ഫീഡിങ് സ്ട്രേ ആനിമൽസ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഐ ലവ് റീഡിംഗ് ബുക്സ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സെന്റൻസ് ആണിത്. അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ? ഇതെങ്ങനെയാ പറയുന്നത്? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമോ? കാത്തു നിൽക്കാമോ? അതൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് മൈൻഡ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് നീങ്ങിയിരിക്കാം
നീങ്ങിയിരിക്കാമോ എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്? ഒന്ന് നീങ്ങിയിരിക്കാമോ, അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ. മൈൻഡിന് ശേഷം എപ്പോഴും ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. വുഡ് യു മൈൻഡ് ടു മൂവ് എന്ന് പറയരുത്. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് അങ്ങനെ തന്നെ വേണം പറയാൻ. അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ, അല്പനേരം ഒന്ന് കാത്തു നിൽക്കാമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അതിനെങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മിനിറ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ സം ടൈം. അല്പനേരം ഒന്ന് കാത്തു നിൽക്കാമോ. അസമയത്ത് ജോലി ചെയ്യാൻ എനിക്ക് മടിയില്ല. അസമയം അതിന് നമുക്ക് അറ്റ് ഓഡ് അവേഴ്സ് എന്ന് പറയാം. എനിക്ക് മടിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു പരാതിയുമില്ല, എതിർപ്പില്ല, മടിയില്ല, വിരോധമില്ല, ഇതെല്ലാം പറയാൻ നമുക്ക് ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാം. ഐ ഡോണ്ട് മൈൻഡ്. മൈൻഡിന് ശേഷം നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യാന്ന് കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞല്ലോ. ജോലി ചെയ്യുക. ഐ ഡോണ്ട് മൈൻഡ് വർക്കിംഗ് അറ്റ് ഓഡ് അവേഴ്സ്. എനിക്ക് അസമയത്ത് ജോലി ചെയ്യാൻ മടിയില്ല. അതായത് സാധാരണ ജോലി ചെയ്യാത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ, രാത്രിയിലോ മറ്റോ ഒക്കെ ജോലി ചെയ്യുന്നതിനൊന്നും എനിക്ക് പരാതിയില്ല എന്ന് പറയാനാണ് നമ്മൾ ഐ ഡോണ്ട് മൈൻഡ് വർക്കിംഗ് അറ്റ് ഓഡ് അവേഴ്സ് എന്ന് പറയുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പരാതിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഡോണ്ട് മൈൻഡ് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ഒരു മടിയുമില്ല. എനിക്ക് കാത്തു നിൽക്കാൻ മടിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്. എനിക്ക് കാത്തു നിൽക്കാൻ മടിയില്ല. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. സബ്ജക്റ്റ് ഡോക്ടറാണ്. നിർദ്ദേശിച്ചു, നിർദ്ദേശിക്കുക, സജസ്റ്റ്. നിർദ്ദേശിച്ചു, സജസ്റ്റഡ്. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. നമ്മളിവിടെ ദ ഡോക്ടർ എന്നാണ് പറയുന്നത്, കാരണം നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഡോക്ടറെ കുറിച്ചാണ്. എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറും എന്നാണ്. ഒരു ഡോക്ടർ എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. നമ്മളിവിടെ ഒരു ഡോക്ടർ വെള്ളം കുടിക്കണമെന്നല്ലോ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മൾ കാണുന്ന ഡോക്ടർ, നമ്മൾ കൺസൾട്ട് ചെയ്യാറുള്ള ഡോക്ടറാണ് നമ്മളുടെ അടുത്ത് ഇത് പറഞ്ഞത്. ഇതൊരു പെർട്ടിക്കുലർ ഡോക്ടറാണ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ദ ഡോക്ടർ എന്ന് പറയുന്നു. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. സജസ്റ്റ് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യരുത്. ദ ഡോക്ടർ സജസ്റ്റഡ് ടു ഡ്രിങ്ക് എന്ന് പറയരുത്. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ്. മൈൻഡിന് ശേഷവും നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഒരു നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സജസ്റ്റ്. ഇങ്ങനെ കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്സ്, അതിനുശേഷം വരുന്ന സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിലും നമുക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരം എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ അത് മനസ്സിൽ ഓർത്ത് വെക്കുക. മൈൻഡിന് ശേഷം ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സജസ്റ്റിന് ശേഷം ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഓർത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായി യൂസ് ചെയ്യാറുള്ളൂ. പലപ്പോഴും പലരും സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തെറ്റും. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. ഒരു യാത്ര പോവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ദ ഡോക്ടർ സജസ്റ്റഡ് ടേക്കിംഗ് എ ഹോളിഡേ. ഒരു യാത്ര ഒരു അവധിക്കാലം എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. കൂടുതൽ സമയം ഉറങ്ങാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ ദ ഡോക്ടർ സജസ്റ്റഡ് ഗെറ്റിംഗ് മോർ സ്ലീപ്പ്. കൂടുതൽ ഉറക്കം ലഭിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. സജസ്റ്റിന് ശേഷം നമ്മളിവിടെ ഉപയോഗിച്ചത് ING ഫോം ആണ്. സജസ്റ്റിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസും യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും പറയാവുന്നതാണ്. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഇത് വളരെ ലെങ്തി ആയ സ്ട്രക്ചർ ആണ്. ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ എന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഡ്രിങ്കിങ് മോർ വാട്ടർ എന്ന ജെറണ്ട് ഫ്രേസ് അവിടെ യൂസ് ചെയ്തത്. 2 സെന്റൻസിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ദാറ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം സബ്ജക്റ്റ് വേണം. പിന്നെ നമ്മൾ പൊതുവെ ഷുഡ് എന്ന ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. അതിനുശേഷം V1. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഡ്രിങ്ക് മോർ വാട്ടർ എന്നും പറയാം. ഇത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് രണ്ടാമത്തെ സ്ട്രക്ചർ മോർ കോമൺ. അവർ പൊതുവെ ഇങ്ങനെ സജസ്റ്റിന് ശേഷം ദാറ്റ് ക്ലോസ് വരുമ്പോൾ അതിൽ ഷുഡ് ഉപയോഗിക്കാറില്ല. അതിന് പകരം അവർ V1 മാത്രമാണ് ഉപയോഗിക്കുക. അത് സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും, ഹി ആയാലും ഷീ ആയാലും എല്ലാം അവരിവിടെ ഡ്രിങ്ക് എന്ന് തന്നെയാണ് പറയുക. ആ സ്ട്രക്ചർ നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സജസ്റ്റിന് ശേഷം ദാറ്റ് ക്ലോസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുക, V1 ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരില്ല. The doctor suggested that I should drink more water. The doctor suggested that I should take a holiday. The doctor suggested that I should get more sleep. ഇതെല്ലാം നമ്മൾ ING ഫോം ഉപയോഗിച്ച് നമുക്ക് പറയാം. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആരാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് പറയുന്നില്ല. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അപ്പോൾ ഞാനത് പറയുമ്പോൾ ഡോക്ടർ അത് എന്നോടാണ് നിർദ്ദേശിച്ചത് എന്ന് കേൾക്കുന്നയാളിന് മനസ്സിലാവും.
പക്ഷെ രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ പ്രോപ്പറായി അത് പറയുന്നുണ്ട്. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. സജസ്റ്റിന് ശേഷം ING ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ സബ്ജക്റ്റ് ഒന്നും നമ്മൾ വേറെ പറയുന്നില്ല. പക്ഷേ ദാറ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ദാറ്റ് ക്ലോസിലും ഒരു സബ്ജക്റ്റും ഒരു വെർബും വേണം. പാചകം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രങ്ങൾ കഴുകും. ഇതെങ്ങനെയാ പറയുന്നത്? ഞാൻ പാത്രങ്ങൾ കഴുകും. ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ് അല്ലെങ്കിൽ ഐ വിൽ ഡു ദ ഡിഷസ്. പാത്രം കഴുകുന്നതിന് നമുക്ക് വാഷിംഗ് അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡു ദ ഡിഷസ് എന്ന് പറയാം. ഞാൻ കഴുകും ഭാവിയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ്. പാചകം കഴിഞ്ഞതിന് ശേഷം. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. പാചകം കഴിഞ്ഞതിന് ശേഷം എന്നതിന് നമുക്ക് ആഫ്റ്റർ ഫിനിഷിംഗ് കുക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ്. ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് എന്ന് പറഞ്ഞാലും ആഫ്റ്റർ ഫിനിഷിംഗ് കുക്കിംഗ് എന്ന് പറഞ്ഞാലും മീനിങ് ഒന്ന് തന്നെയാണ്. ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ്, ഫിനിഷിന് ശേഷം നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്, ടു ഇൻഫിനിറ്റീവ് അല്ല. ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് ടു കുക്ക് അല്ല, ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ്. ഹോംവർക്ക് ചെയ്തതിന് ശേഷം TV കാണും എന്നാണ് പറയേണ്ടതെങ്കിൽ എന്ത് പറയും? ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് ഡൂയിങ് മൈ ഹോംവർക്ക് ഐ വിൽ വാച്ച് TV. ആഫ്റ്റർ ഐ ഹാവ് ഫിനിഷ്ഡ് ഡൂയിങ് മൈ ഹോംവർക്ക് ഐ വിൽ വാച്ച് TV. ഫിനിഷ്ഡിന് ശേഷം ഡൂയിങ് എന്ന ING ഫോമാണ് അവിടെ വരുന്നത്. ഇവിടെ ഫിനിഷ്ഡിന് ശേഷം കുക്കിംഗ് എന്ന ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് അവർ സംസാരം നിർത്തി. പെട്ടെന്ന്, സഡൻലി. അവർ, ദേ. നിർത്തി, സ്റ്റോപ്ഡ്. സംസാരം. മലയാളത്തിൽ സംസാരം എന്നത് നൗൺ ആണ്. ഇംഗ്ലീഷിൽ അതിന് നമ്മളിവിടെ പറയുന്നത് ടോക്കിംഗ് എന്ന ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. സഡൻലി ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ്. മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും വേർഡ് ഓർഡർ ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ മലയാളത്തിൽ സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റായ സംസാരമാണ് വന്നിരിക്കുന്നത്, അതിനുശേഷം അവസാനമായിട്ടാണ് വെർബ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്. സഡൻലി ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ്. അവർ സംസാരിക്കുന്നത് പെട്ടെന്ന് നിർത്തി. സ്റ്റോപ്പ് എന്ന വെർബിന് ശേഷം നമുക്ക് ആക്ച്വലി ING ഫോമും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് വരും. നമുക്കത് അടുത്ത എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. സ്റ്റോപ്ഡ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ അവർ ആ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് നിർത്തി എന്നാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ എന്നെ കണ്ടപ്പോൾ ഒരു ഹായ് പറയാനായി നിർത്തി. അവൻ വാഹനം ഓടിക്കുകയായിരുന്നെങ്കിൽ വാഹനം നിർത്തി. അവൻ നടന്നു പോവുകയായിരുന്നെങ്കിൽ നടത്തം നിർത്തി. അവൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ അത് നിർത്തി എന്നോടൊരു ഹായ് പറഞ്ഞു. അതാണ് പറയേണ്ടത്. അവൻ എന്നെ കണ്ടപ്പോൾ, when he saw me. കണ്ടു. സി എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം സോ, അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. when he saw me, അവൻ എന്നെ കണ്ടപ്പോൾ ഒരു ഹായ് പറയാനായി നിർത്തി. he stopped to say hi. when he saw me, he stopped to say hi. ഇവിടെ നമ്മൾ സ്റ്റോപ്ഡിന് ശേഷം to say എന്നാണ് പറഞ്ഞിട്ടുള്ളത്, saying എന്നല്ല. he stopped saying hi എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവൻ ഹായ് പറയുന്നത് നിർത്തി എന്നാണ്. അതായത് ഹായ് പറയുക എന്ന പ്രവൃത്തിയാണ് അവൻ നിർത്തുന്നത്. ഇവിടെ നമുക്ക് പറയേണ്ടത് അതല്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് നിർത്തി നമ്മളോടൊരു ഹായ് പറഞ്ഞു, അതാണ് പറയേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹി സ്റ്റോപ്ഡ് സേയിങ് ഹായ് എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ആരെ കണ്ടാലും ഹായ് പറയില്ല എന്നാണ് അതിനർത്ഥം. ഹി സ്റ്റോപ്ഡ് ടു സേ ഹായ് എന്ന് പറയുമ്പോഴോ അതിനർത്ഥം അവൻ എന്നെ കണ്ട സമയത്ത് അവൻ ചെയ്യുന്ന പ്രവൃത്തി നിർത്തി എൻ്റെ അടുത്തൊരു ഹായ് പറഞ്ഞു. ഹായ് പറയുന്നതിന് വേണ്ടി അവൻ ആ പ്രവൃത്തി നിർത്തി എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോമും യൂസ് ചെയ്യാം, ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. പക്ഷെ മീനിങ്ങിൽ ഇതുപോലുള്ള ഡിഫറൻസസ് വരും. അതുപോലെ തന്നെ ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോമും ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാൻ സാധിക്കും. വേറെ ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ വേറെ ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. ഇതിനൊന്നും പ്രോപ്പറായ റൂൾസ് ഇല്ല. ഇങ്ങനെ കോമൺ ആയി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ശേഷം വരുന്ന സ്ട്രക്ചേഴ്സ് പഠിച്ചിരിക്കുക എന്നത് മാത്രമാണ് ഒരു ഓപ്ഷൻ. നീ അത്തരം ആളുകളോട് സംസാരിക്കുന്നത് ഒഴിവാക്കണം. അത്തരം ആളുകൾ, സച്ച് പീപ്പിൾ. നീ, സബ്ജക്റ്റ് നീയാണ്. യു, ഒഴിവാക്കണം. അവോയ്ഡ്. യു ഷുഡ് അവോയ്ഡ്. നമുക്ക് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഒരു അഡ്വൈസ് പോലെയൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുക ഷുഡ് എന്ന ഓക്സിലറിയാണ്. യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നീ പോകണം. യു ഷുഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നീ കാത്തു നിൽക്കണം. ഇവിടെ നമുക്ക് പറയേണ്ടത് നീ ഒഴിവാക്കണം എന്നാണ്. യു ഷുഡ് അവോയ്ഡ്. എന്താ ഒഴിവാക്കേണ്ടത്? സംസാരിക്കുന്നത്, ടോക്കിംഗ്. യു ഷുഡ് അവോയ്ഡ് ടോക്കിംഗ്. ആരോട്? ടു സച്ച് പീപ്പിൾ. അത്തരം ആളുകളോട് സംസാരിക്കുന്നത് നീ ഒഴിവാക്കണം. യു ഷുഡ് അവോയ്ഡ് ടോക്കിംഗ് ടു സച്ച് പീപ്പിൾ. ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ അവൾ ശ്രമിച്ചു. അവൾ ശ്രമിച്ചു. ഷീ ട്രൈഡ്. എന്തിനാ അവൾ ശ്രമിച്ചത്? പറയാതിരിക്കാൻ. ടു അവോയ്ഡ്, ഉത്തരം പറയാതിരിക്കാൻ. ടു അവോയ്ഡ് ആൻസറിങ്, എൻ്റെ ചോദ്യം. ഷീ ട്രൈഡ് ടു അവോയ്ഡ് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. ആ
വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് പല രീതിയിൽ പറയാം. ഇംഗ്ലീഷിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. നമുക്കിവിടെ ആക്ച്വലി വേറൊരു സ്ട്രക്ചർ യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ പറയാം, ഐ ഡോണ്ട് ഫാൻസി. അതിനർത്ഥവും ഇത് തന്നെയാണ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന അർത്ഥം തന്നെയാണ് ഐ ഡോണ്ട് ഫാൻസി എന്ന ആ സ്ട്രക്ചറിനും. ഐ ഡോണ്ട് ഫാൻസി തനിച്ച് താമസിക്കുക. ലിവിങ് എലോൺ ആ വലിയ വീട്ടിൽ. ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. ഐ ഡോണ്ട് ഫാൻസി ലിവിങ് എലോൺ ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇൻട്രസ്റ്റ് ഉപയോഗിച്ചാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലിവിങ് എലോൺ ഇൻ ദാറ്റ് ഹൗസ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലിവ് എന്നും പറയാവുന്നതാണ്. ഐ ഡോണ്ട് ഫാൻസിക്ക് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ING ഫോം ആണ് കേട്ടോ. ഐ ഡോണ്ട് ഫാൻസിക്ക് ശേഷം ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യരുത്. ഇൻട്രസ്റ്റഡ് ഇൻ ലിവിങ് എന്ന് പറഞ്ഞാലും ഇൻട്രസ്റ്റഡ് ടു ലിവ് എന്ന് പറഞ്ഞാലും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആക്ച്വലി അത് രണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലിവ് അലോൺ ഇൻ ദാറ്റ് ഹൗസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലിവിങ് അലോൺ ഇൻ ദാറ്റ് ഹൗസ് എന്നും പറയാം. പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. അവൻ നിഷേധിച്ചു. ഹി ഡിനൈഡ്. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോഴാണ് അത് നിഷേധിച്ചു എന്ന അർത്ഥമാവുന്നത്. അപ്പൊ നിഷേധിക്കുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബ് ഡിനൈ ആണ്. ഹി ഡിനൈഡ്. അവൻ നിഷേധിച്ചു. പണം എടുത്ത കാര്യം ടേക്കിംഗ് ദ മണി അല്ലെങ്കിൽ സ്റ്റീലിംഗ് ദ മണി. സ്റ്റീലിംഗ് എന്ന് പറയുമ്പോൾ മോഷ്ടിക്കുക. എടുക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ടേക്ക് എന്ന് പറയുന്നത്. ഹി ഡിനൈഡ് സ്റ്റീലിംഗ് ദ മണി അല്ലെങ്കിൽ ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി. സ്റ്റീലിംഗ് എന്ന് പറയുമ്പോൾ മോഷ്ടിച്ചു. ഡിനൈ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ING ഫോം ആണ്, ടു ഇൻഫിനിറ്റീവ് അല്ല. ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി. പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. നമ്മൾ നേരത്തെ സജസ്റ്റിന് ശേഷം നമുക്ക് ING ഫോമിന് പുറമെ നമുക്ക് ദാറ്റ് ക്ലോസും ഉപയോഗിക്കാം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഡിനൈ എന്ന വെർബിന് ശേഷവും നമുക്ക് ദാറ്റ് ക്ലോസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം, ഹി ഡിനൈഡ് ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ദ മണി. ഹി ഡിനൈഡ് ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ദ മണി. ഡിനൈഡ് എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ്. പിന്നെ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുന്ന ദാറ്റ് ക്ലോസിൽ നമ്മൾ അഫിർമേറ്റീവ് വെർബാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് വെർബ് അല്ല. ശ്രദ്ധിക്കണം, കാരണം അവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിഷേധിച്ചു, അതൊരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ വരുന്നത് അഫിർമേറ്റീവ് വെർബാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഡിനൈഡിന് പകരം സെഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ? അപ്പം നമ്മളിത് ഇങ്ങനെയാണ് പറയാം, ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ടേക്കൺ ദ മണി. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നെഗറ്റീവ് വെർബാണ്. ഹാഡിങ് ടേക്കൺ എന്നാണ് നമ്മൾ പറയുന്നത്, ഹാഡ് ടേക്കൺ എന്നല്ല. ഡിനൈക്ക് ശേഷം നമ്മൾ ഉപയോഗിച്ചത് അഫിർമേറ്റീവ് വെർബായിരുന്നു. ഹി ഡിനൈഡ് ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ദ മണി. സെഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് വെർബാണ്. ഡിനൈ എന്ന വാക്ക് തന്നെ നെഗറ്റീവായ മീനിങ് ഉള്ളൊരു വാക്കാണ്. നിഷേധിച്ചു എന്നാണ് അതിനർത്ഥം. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുക എന്നാണ് അതിനർത്ഥം. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു നെഗറ്റീവ് വെർബ് ഉപയോഗിക്കരുത്. പക്ഷെ സെഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പറഞ്ഞു. അതിനുശേഷം നമുക്ക് അഫിർമേറ്റീവായ കാര്യമാണെങ്കിൽ അഫിർമേറ്റീവ് വെർബ് യൂസ് ചെയ്യണം, നെഗറ്റീവായ കാര്യമാണെങ്കിൽ നെഗറ്റീവ് വെർബ് യൂസ് ചെയ്യണം. അവൻ എന്താ പറഞ്ഞത്? പണം എടുത്തിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഹി ഹാഡിങ് ടേക്കൺ ദ മണി എന്നാണ്. പക്ഷെ അവൻ നിഷേധിച്ചു എന്ന് പറയുമ്പോഴോ പണം എടുത്തു എന്ന കാര്യം അവൻ നിഷേധിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അഫിർമേറ്റീവ് വെർബാണ്. ഹി ഡിനൈഡ് ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ദ മണി അല്ലെങ്കിൽ ഹി സെഡ് ദാറ്റ് ഹി ഹാഡിങ് ടേക്കൺ ദ മണി. ഡിനൈ എന്ന വെർബിന് ശേഷം നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത് ING ഫോം ആണ്. ദാറ്റ് ക്ലോസും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു എൻജോയ്? ഇവിടെ നമ്മൾ ലൈക്ക് എന്ന വെർബ് അല്ല പൊതുവെ യൂസ് ചെയ്യുക. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളത് മലയാളത്തിൽ നമ്മൾ ആസ്വദിക്കുന്നു എന്നങ്ങനെ പൊതുവെ പറയാറില്ല. ഇഷ്ടമാണ്, ഇഷ്ടമല്ല, അങ്ങനെ നമ്മൾ പൊതുവെ പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ എൻജോയ് എന്ന വെർബ് വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അത് താല്പര്യക്കുറവൊന്നും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് എൻജോയ് എന്ന വെർബ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഡു യു എൻജോയ്? ഡു യു ലൈക്ക് എന്ന് പറയുന്നതിലും നല്ലത് ഇവിടെ എൻജോയ് എന്ന് ചോദിക്കുന്നത് തന്നെയാണ്. ഡു യു എൻജോയ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഡു യു എൻജോയ് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളത് ആസ്വദിക്കാറുണ്ടോ? എൻജോയ് എന്ന വെർബിന് ശേഷം എല്ലായ്പ്പോഴും ING ഫോം തന്നെ യൂസ് ചെയ്യണം. ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഐ എൻജോയ് റീഡിങ് എന്ന് തന്നെ പറയണം. ഐ എൻജോയ് ടു റീഡ് എന്ന് പറയരുത്. അതുപോലെ തന്നെ ഐ എൻജോയ് സ്വിമ്മിങ്, ഐ എൻജോയ് വാച്ചിങ് മൂവീസ്, ഐ എൻജോയ് കുക്കിംഗ്. ഇങ്ങനെ ചില വേർബ്സ് അതിനുശേഷം എല്ലായ്പ്പോഴും ING ഫോം തന്നെ യൂസ് ചെയ്യണം. ആ കൂട്ടത്തിൽ വരുന്ന വേർബ്സ് ആണ് എൻജോയ്, മൈൻഡ്, സജസ്റ്റ്, ഡിനൈ എല്ലാം. ഞാൻ പത്രം വായിക്കുന്നത് നിർത്തിയിരിക്കുന്നു. ഇപ്പം ഞാൻ വായിക്കുന്നില്ല. നിർത്തിയത് പാസ്റ്റിലാണ്, പക്ഷെ ഞാൻ ഇപ്പോഴും വായിക്കുന്നില്ല.
അപ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് സ്റ്റോപ്ഡ്. വായിക്കുന്നത് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ഐ ഹാവ് സ്റ്റോപ്ഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ഞാൻ പത്രം വായിക്കുന്നത് നിർത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ജനറൽ ആയാണ് സംസാരിക്കുന്നത്. പൊതുവേ നമ്മൾ ജനറലായി സംസാരിക്കുമ്പോൾ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ദ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ന്യൂസ് പേപ്പറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചും ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഐ ഹാവ് സ്റ്റോപ്ഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ഇവിടെ സബ്ജക്റ്റ് ഐ, വെർബ് ഹാവ് സ്റ്റോപ്ഡ്, ഒബ്ജക്റ്റ് റീഡിങ്. ജെറണ്ടാണ് ഇവിടെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ളത്. പിന്നെ ആ ജെറണ്ടിൻ്റെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് ന്യൂസ് പേപ്പേഴ്സ് വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് സമയം വെറുതെ കളയുന്നതിന് തുല്യമാണ്. ഇതിന് ഈക്വലായ ഇംഗ്ലീഷൊന്നും അല്ല ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇത്രയും ലെങ്തി ആയ ഒരു സ്ട്രക്ചറും അല്ല നമ്മൾ ഇംഗ്ലീഷിൽ ഇത് പറയാൻ ഉപയോഗിക്കുക. ഐ തിങ്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. എൻ്റെ അഭിപ്രായത്തിൽ അത് സമയം വെറുതെ കളയുകയാണ് എന്നാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ വേസ്റ്റേജ് എന്നൂടെ പറയരുത്, വേസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. എൻ്റെ അഭിപ്രായത്തിൽ അത് സമയം വെറുതെ കളയുന്നതിന് ഈക്വൽ ആണ്. നമുക്ക് ഐ ഹാവ് സ്റ്റോപ്ഡ് എന്നതിന് പകരം നമുക്ക് ഐ ഹാവ് ഗിവൺ അപ്പ് എന്നും പറയാം. ഗീവ് അപ്പ് എന്ന വെർബിന്റെ മീനിങ്ങും ഏകദേശം സ്റ്റോപ്പിന്റെ അതേ മീനിങ് തന്നെയാണ്. ഗീവ് അപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസൽ വെർബാണ്. നമ്മൾ പലപ്പോഴും വേർബ്സിന് പകരം നമുക്ക് ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും, അതേ മീനിങ് വരുന്ന വാക്കുകൾ. ഫ്രേസൽ വെർബിന്റെ മീനിങ് നമുക്ക് ആ വാക്കിൽ നിന്ന് ഊഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയ ഫ്രേസൽ വെർബ്സ് നമുക്ക് അറിയണം. നിങ്ങൾക്ക് ഇവിടെ ഐ ഹാവ് സ്റ്റോപ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ഗിവൺ അപ്പ് എന്ന് പറയാം. രണ്ടിന് ശേഷവും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ING ഫോമാണ്. ഐ ഹാവ് ഗിവൺ അപ്പ് റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്. ക്ഷീണിതയായിരുന്നെങ്കിലും അവൾ ജോലി തുടർന്നു. അവൾ ജോലി തുടർന്നു. ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്, അല്ലെങ്കിൽ ഷീ went on working. go on എന്ന ഫ്രേസൽ വെർബ് കണ്ടിന്യൂ എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷീ went on working. ക്ഷീണിതയായിരുന്നെങ്കിലും, ഷി വാസ് ടയേർഡ്, അവൾ ക്ഷീണിതയായിരുന്നു. എങ്കിലും, ബട്ട്. ഷി വാസ് ടയേർഡ് ബട്ട് ഷീ went on working. അല്ലെങ്കിൽ നമുക്കിതിനെ ദോയോ ഓൾദോയോ ഒക്കെ ഉപയോഗിച്ച് പറയാം. നമുക്കിത് എങ്ങനെ പറയാം? ദോ ഷി വാസ് ടയേർഡ് ഷീ went on working എന്ന് പറയാം. പിന്നെ അവിടെ ബട്ട് ഉപയോഗിക്കരുത്. ഓൾദോ ഷി വാസ് ടയേർഡ് ഷീ went on working എന്ന് പറയാം. ദോയുടെയും ഓൾദോയുടെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഓൾദോ കുറച്ചുകൂടി ഫോർമലാണ് എന്ന് മാത്രം. നമുക്ക് ദോ ഉപയോഗിച്ച് പറയാം, ഓൾദോ ഉപയോഗിച്ച് പറയാം, ബട്ട് ഉപയോഗിച്ച് പറയാം. ഇതിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാവൂ. ഷി വാസ് ടയേർഡ് ബട്ട് ഷീ went on working. ദോ ഷി വാസ് ടയേർഡ് ഷീ went on working. നമുക്കിതിനെ went onന് പകരം നമുക്ക് carried on ആ വെർബ് ഉപയോഗിച്ചും പറയാം. ഷി വാസ് ടയേർഡ് ബട്ട് ഷീ carried on working. അവൾ ജോലി തുടർന്നുകൊണ്ടിരുന്നു. go on എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് went on. അതുപോലെ തന്നെ carry on എന്ന ഫ്രേസൽ വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് carried on. ഷി വാസ് ടയേർഡ് ബട്ട് ഷീ went on working. ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോകുന്നത് വരെയും അവർ അവരുടെ അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയി ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത്. അവർ അവരുടെ അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ അവർ എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രായമായ ഒരു സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. ഷീ. അതിന് ഈക്വലായ ഇംഗ്ലീഷ് പ്രൊനൗൺ അതാണ്. ഇംഗ്ലീഷിലെ പ്രായമായവർക്കായാലും ചെറുപ്പക്കാർക്കായാലും സ്ത്രീകളെ കുറിച്ച് പറയാൻ ഷീ എന്ന് തന്നെയാണ് പറയാം. ഷീ വെന്റ് ഓൺ. എന്താ കണ്ടിന്യൂ ചെയ്തിരുന്നത്? സംസാരിക്കുക, പറയുക. ഷീ വെന്റ് ഓൺ ടോക്കിംഗ് എബൌട്ട് ഹെർ അസുഖങ്ങൾ, ഇൽനെസസ്. ഷീ വെന്റ് ഓൺ ടോക്കിംഗ് എബൌട്ട് ഹെർ ഇൽനെസസ്. ഞങ്ങൾ ഉറങ്ങിപ്പോകുന്നത് വരെയും. അണ്ടിൽ വി ഓൾ ഫെൽ അസ്ലീപ്പ്. ഞങ്ങൾ ഉറങ്ങിപ്പോയി. വി ഫെൽ അസ്ലീപ്പ്. ഞങ്ങൾ എല്ലാവരും. വി ഓൾ ഫെൽ അസ്ലീപ്പ്. അതുവരെയും. അണ്ടിൽ. She went on talking about her illnesses until we all fell asleep. She continued talking എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ രണ്ട് ക്ലോസസ് ഉണ്ട്. ഷീ വെന്റ് ഓൺ ടോക്കിംഗ് അബൌട്ട് ഹെർ ഇൽനെസസ് എന്നത് ഒരു ക്ലോസ്, വി ഓൾ ഫെൽ അസ്ലീപ് എന്നത് രണ്ടാമത്തെ ക്ലോസ്. നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാനായി ഉപയോഗിച്ചിട്ടുള്ള കൺജങ്ഷൻ ആണ് അണ്ടിൽ. അണ്ടിലിന് പകരം നമുക്ക് ടിൽ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. രണ്ടിന്റെയും മീനിങ് സെയിം തന്നെയാണ്. ടിൽ ആവുമ്പോൾ അതിൽ രണ്ട് എൽ ഉണ്ട്. അണ്ടിൽ എന്ന കൺജങ്ഷനിൽ ഒരു എൽ മാത്രമേ ഉള്ളൂ. ഷീ വെന്റ് ഓൺ ടോക്കിംഗ് അബൌട്ട് ഹെർ ഇൽനെസസ് അണ്ടിൽ വി ഓൾ ഫെൽ അസ്ലീപ്. ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ വെന്റ് ഓണിന് ശേഷം ING ഫോം ആണ് യൂസ് ചെയ്തത്. ഷീ വെന്റ് ഓൺ ടോക്കിംഗ് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അവൾ ആ പ്രവൃത്തി തുടർന്നു എന്നാണ്, സംസാരം തുടർന്നു എന്നാണ്. നമുക്ക് വെന്റ് ഓൺ അല്ലെങ്കിൽ ഗോ. വെന്റ് ഓൺ എന്ന് പറയുമ്പോൾ അത് ഗോ ഓൺ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ്. ഗോ ഓൺ എന്ന ഫ്രേസൽ വെർബിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം നമ്മൾ ഒരു പ്രവൃത്തി മാറ്റി വേറൊരു പ്രവൃത്തിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെന്റ് ഓൺ ടു എന്ന് പറയുന്നത്. വെന്റ് ഓൺ ടോക്കിംഗ് എന്ന് പറയുന്നതും വെന്റ് ഓൺ ടു ടോക്ക് എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വെന്റ് ഓൺ ടോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നുണ്ടായിരുന്നത് അത് തന്നെ തുടർന്നു എന്നാണ്.
വെന്റ് ഓൺ ടു ടോക്ക് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്ന ആ വിഷയം നിർത്തിയിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് മൂവ് ചെയ്തു എന്നാണ്. ഈ എക്സാമ്പിൾ നോക്കൂ. അവൾ തൻ്റെ അസുഖങ്ങളെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചു. ഷീ ടോക്ക്ഡ്, സംസാരിച്ചു. ഷീ ടോക്ക്ഡ് എന്തിനെ പറ്റി? എബൌട്ട് ഹെർ ഇൽനെസ്സസ് ഫോർ എ വൈൽ, കുറേ നേരം, ഫോർ ക്വൈറ്റ് സം ടൈം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഷീ ടോക്ക്ഡ് എബൌട്ട് ഹെർ ഇൽനെസ്സസ് ഫോർ എ വൈൽ അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം. അതിനുശേഷം ദെൻ അവൾ തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ വെന്റ് ഓൺ ടു ടോക്ക് എബൌട്ട് ഹെർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ദെൻ ഷീ വെന്റ് ഓൺ ടു ടോക്ക് എബൌട്ട് ഹെർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. നമ്മളിവിടെ വെന്റ് ഓണിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചത് ആ സബ്ജക്റ്റ് ഒന്ന് മാറി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദെൻ ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എന്ന് നമുക്ക് പറയാം. ദെൻ ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് എബൌട്ട് ഹെർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയാം. ദെൻ ഷീ സ്റ്റാർട്ടഡ് ടു ടോക്ക് എബൌട്ട് ഹെർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയാം. സ്റ്റാർട്ട് എന്ന വെർബിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ING ഫോമും ഏകദേശം സിമിലർ മീനിങ്ങിൽ തന്നെ യൂസ് ചെയ്യാം. സ്റ്റോപ്പിന് ശേഷം വരുമ്പോൾ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ സംസാരം നിർത്തി എന്നാണ്. സ്റ്റോപ്പ്ഡ് ടു ടോക്ക് എന്ന് പറയുമ്പോഴോ സംസാരിക്കുന്നതിന് വേണ്ടി നിർത്തി എന്നാണ്. ചെയ്യുന്ന പ്രവൃത്തി നിർത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് സ്റ്റോപ്പ്ഡ് ടു ടോക്കിനർത്ഥം. ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം നീ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, ഇടയിൽ കയറി എന്തെങ്കിലും പറയുന്നു. എപ്പോഴും നീ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് പറയാം? കീപ് ഡൂയിങ് എന്ന് പറയാം. കീപ്പ് എന്ന വെർബിൻ്റെ ഒരു കോമൺ ആയ യൂസാണ്. നമ്മളൊരാൾ പതിവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ കീപ്പ് ഓൺ എന്ന് പറയാം. കീപ്പ് ഓൺ എന്ന് പറയുമ്പോൾ അത് ഫ്രേസൽ വെർബാണ്. നീ എപ്പോഴും എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. യു കീപ് ഇൻറ്ററപ്റ്റിംഗ് മീ വെൻ ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം നീ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, തടസ്സം ചെയ്യുന്നു. യു കീപ് ഓൺ ഇൻറ്ററപ്റ്റിംഗ് എന്നും നമുക്ക് പറയാവുന്നതാണ്. കീപ്പിന് ശേഷം ആയാലും കീപ്പ് ഓണിന് ശേഷം ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. യു കീപ് ഇൻറ്ററപ്റ്റിംഗ് മീ വെൻ ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിക്കുമ്പോൾ. വെന്നെവർ ഐ ആം ടോക്കിംഗ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം ഞാൻ എപ്പോഴെല്ലാം സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം നീ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വെൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നാണ് അർത്ഥം. വെന്നെവർ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും, ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും നീ എന്നെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ആ വാക്കിനർത്ഥം. യു കീപ്പ് ഓൺ ഇൻറ്ററപ്റ്റിംഗ് മീ വെൻ ഐ ആം ടോക്കിംഗ്. അവനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. എനിക്ക് സങ്കല്പിക്കാൻ വയ്യ. ഐ കാൺ ഇമാജിൻ. അവൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത്, എനിക്ക് എന്താണ് സങ്കല്പിക്കാൻ കഴിയാത്തത്? അവനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്. ഐ കാൺ ഇമാജിൻ ഹിം വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെയുള്ള എക്സാമ്പിൾസിൽ നമ്മൾ ഒരു വെർബിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ING ഫോം യൂസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഐ ലവ് റീഡിങ്, ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ്, ഐ എൻജോയ് സ്വിമ്മിങ്. ഇതെല്ലാം വെർബിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് നേരെ ആ ING ഫോം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വെർബിന് ശേഷം നമ്മളൊരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അതിന് ശേഷമാണ് ING ഫോം വരിക. ഇപ്പം ഇമാജിൻ അതുപോലത്തെ ഒരു വെർബാണ്. അതിനുശേഷം നമുക്കൊരു ഒബ്ജക്റ്റ് വേണം, എന്നിട്ട് അതിനും ശേഷമാണ് നമ്മളിവിടെ ING ഫോം യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഓരോ വെർബ്സിൻ്റെ ഉപയോഗത്തിലുള്ള ഓരോ ഡിഫറൻസ്. ഇവിടെ ഇമാജിൻ എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ളത് അവനാണ്. എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത് അവൻ ജോലി ചെയ്യുന്നതാണ്. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് ഇൻ എൻ ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അവനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതെന്ന് പറയണമെങ്കിലോ അപ്പോൾ നമ്മളവിടെ ഹിം എന്ന ആ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗണിനെ ഇടയിൽ യൂസ് ചെയ്തു. ഐ കാൺ ഇമാജിൻ ഹിം വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. അവനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. മീനിങ്ങിൽ വരുന്ന ഡിഫറൻസസ് ശ്രദ്ധിക്കുക. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു, ഐ സോ. എന്താ കണ്ടത്? അവൻ ഇറങ്ങുന്നത്. ഐ സോ ഹിം ബസ്സിൽ നിന്ന് ഇറങ്ങുക. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ പറയുക ഗെറ്റ് ഓഫ് എന്നാണ്. നമുക്കിവിടെ വേണ്ടത് ING ഫോമാണ്. I saw him getting off the bus. I saw him getting off the bus. നമുക്കിവിടെ ആക്ച്വലി ING ഫോമിന് പകരം നമുക്കിവിടെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. V1 ഉപയോഗിക്കാം. See, here ഇതുപോലത്തെ വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. മീനിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഐ സോ ഹിം ഗെറ്റിംഗ് ഓഫ് ദ ബസ് എന്ന് പറയുമ്പോൾ ഞാൻ അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. ഏതോ ഒരു മൊമെൻറ്റിൽ ഞാനത് കണ്ടു, അത്രയേ ഉള്ളൂ. ഐ സോ ഹിം ഗെറ്റ് ഓഫ് ദ ബസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ആക്ടിവിറ്റി മുഴുവൻ കണ്ടു എന്നാണ് അർത്ഥം. ഐ ഹേർഡ് ദം ടോക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അവർ സംസാരിക്കുന്നതിനിടയിൽ എവിടെയോ കേട്ടു, അത്രയേ ഉള്ളൂ. മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ എന്തോ ഒന്ന് കേട്ടു, അത്രയേ ഉള്ളൂ. ഐ ഹേർഡ് ദം ടോക്ക് എന്ന് പറയുമ്പോഴോ
അതിനർത്ഥം അവർ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു എന്നാണ്. ഇതാണ് ഇവിടെ ING ഫോമും ഇൻഫിനിറ്റീവും യൂസ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ്. ശ്രദ്ധിക്കുക, സീ, ഹിയർ ഇതുപോലത്തെ വെർബ്സിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യുന്നത്, ടു ഉള്ള ഇൻഫിനിറ്റീവ് അല്ല. ഐ സോ ഹിം ഗെറ്റ് ഓഫ് ദ ബസ് അല്ലെങ്കിൽ ഐ സോ ഹിം ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഐ സോ ഹിം ടു ഗെറ്റ് ഓഫ് ദ ബസ് എന്ന് പറയരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നും എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല. എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല. യു കാൺ. തടയുക, സ്റ്റോപ്പ്. ആരെ തടയാൻ കഴിയില്ല എന്ന് പറയുന്നത്? എന്നെ. യു കാൺ സ്റ്റോപ്പ് മീ. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്റ്റോപ്പിന് ശേഷം നമ്മൾ പൊതുവെ ഫ്രം എന്നൊരു പ്രിപ്പോസിഷൻ കൂടി യൂസ് ചെയ്യും. യു കാൺ സ്റ്റോപ്പ് മീ ഫ്രം ഡൂയിങ് വാട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടത് ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഫ്രം അവിടെ നിർബന്ധമൊന്നുമില്ല. യു കാൺ സ്റ്റോപ്പ് മീ ഡൂയിങ് വാട്ട് ഐ വാണ്ട് എന്ന് പറഞ്ഞാലും മീനിങ് കറക്റ്റ് തന്നെയാണ്. പൊതുവേ നമ്മളിങ്ങനെ സ്റ്റോപ്പ്, പ്രിവെന്റ് ഇതിനൊക്കെ ശേഷം നമ്മൾ ഫ്രം എന്നൊരു പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. യു കാൺ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിനക്ക് തടയാൻ കഴിയില്ല എന്നെ, മീ, ഫ്രം ഡൂയിങ് വാട്ട് ഐ വാണ്ട്. ഇവിടെ സ്റ്റോപ്പിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, മീ എന്ന ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ING ഫോമാണ്. യു കാൺ സ്റ്റോപ്പ് മീ ടു ഡു എന്നല്ല പറയുന്നത്, യു കാൺ സ്റ്റോപ്പ് മീ ഡൂയിങ് അല്ലെങ്കിൽ ഫ്രം ഡൂയിങ് എന്നാണ് പറയുന്നത്. പണം മോഷ്ടിച്ചെന്ന് അവർ സമ്മതിച്ചു. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നതിന് പറയുന്ന വെർബ് അഡ്മിറ്റ് ആണ്. അഡ്മിറ്റിന് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി എൻ്റർ ചെയ്യുന്നതിന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തു എന്ന് സമ്മതിക്കുന്നതിനും നമ്മൾ അഡ്മിറ്റ് എന്ന് പറയും. പണം മോഷ്ടിച്ചെന്ന്, ദേ അഡ്മിറ്റഡ്, മോഷ്ടിക്കുക, സ്റ്റീലിംഗ്. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. പണം മോഷ്ടിച്ചെന്ന് അവർ സമ്മതിച്ചു. ദേ അഡ്മിറ്റഡ് ടു സ്റ്റീൽ അല്ല, അഡ്മിറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് ക്ലോസ് യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും പറയാം. ദേ അഡ്മിറ്റഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ദേ അഡ്മിറ്റഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ദാറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അഡ്മിറ്റഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, ഹാഡ് സ്റ്റോളൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പണം മോഷ്ടിക്കലല്ലേ ആദ്യം നടന്ന പ്രവൃത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചത് പിന്നീടാണ്, അത് രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. നമുക്കിവിടെ അഡ്മിറ്റ് എന്ന വെർബിന് പകരം കൺഫസ് എന്ന വെർബ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ശേഷം ടു എന്നൊരു പ്രിപ്പോസിഷൻ കൂടി യൂസ് ചെയ്യും. ദേ കൺഫസ് ടു സ്റ്റീലിംഗ് ദ മണി. ദേ കൺഫസ്ഡ് ടു സ്റ്റീൽ അല്ല, ഇവിടെ ടു ഉപയോഗിച്ചിട്ടുള്ളത് പ്രിപ്പോസിഷൻ ആയിട്ടാണ്, ഇൻഫിനിറ്റീവ് മാർക്കർ അല്ല. എന്നെ കൂടാതെ നീ പോകുന്നതിൽ എനിക്ക് പരാതിയില്ല. ഐ ഡോണ്ട് മൈൻഡ്. നീ പോകുന്നതിൽ, യു ആർ ഗോയിങ്. എന്നെ കൂട്ടാതെ, വിത്തൗട്ട് മീ. ഇത് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി നമ്മൾ മലയാളത്തിൽ ഇത് ഇങ്ങനെ തന്നെയല്ല പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെയാണ് പറയുക. ഐ ഡോണ്ട് മൈൻഡ് യുവർ ഗോയിങ് വിത്തൗട്ട് മീ. യുവർ ഗോയിങ്, നിന്റെ പോകൽ, അതാണ് ആ പ്രയോഗത്തിന് അർത്ഥം. മലയാളത്തിൽ പറയുമ്പോൾ നീ പോകുന്നതിൽ നമ്മൾ എന്തായാലും നിന്റെ പോകൽ അങ്ങനെയൊന്നും പറയില്ല മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഐ ഡോണ്ട് മൈൻഡ് യുവർ ഗോയിങ് വിത്തൗട്ട് മീ. നമുക്ക് ഈ യുവർ എന്ന പൊസസീവ് വേർഡിന് പകരം നമുക്ക് യു എന്ന വാക്കും ഉപയോഗിക്കാം, യു എന്ന പ്രൊനൗണും അവിടെ ഉപയോഗിക്കാം. യുവർ ആണ് ഇതിന്റെ കറക്റ്റ് ഫോം, പക്ഷെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് യു ഉപയോഗിക്കാം. ആ യു സബ്ജക്ട് ഫോം അല്ല കേട്ടോ, അത് ഒബ്ജക്ട് ഫോം ആണ്. ഇപ്പൊ നമ്മൾ യുവറിന് പകരം ഹിസ് ആയിരുന്നു എന്ന് കരുതുക, ഹി ആയിരുന്നെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഐ ഡോണ്ട് മൈൻഡ് ഹിസ് ഗോയിങ് വിത്തൗട്ട് മീ. അതാണ് കറക്റ്റ് ഫോം, ഹിസ് ഗോയിങ്. പൊസസീവ് വേർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ എന്ത് പറയാം? ഐ ഡോണ്ട് മൈൻഡ് ഹിം ഗോയിങ് വിത്തൗട്ട് മീ. ഹി ഗോയിങ് എന്നല്ല പറയുന്നത്, ഹിം ഗോയിങ്. അപ്പോൾ നമ്മളവിടെ ഉപയോഗിച്ചത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നമുക്കിവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊസസീവ് ഫോം യൂസ് ചെയ്യാം. യു എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ഫോം യു തന്നെയാണ്. ഐ ഡോണ്ട് മൈൻഡ് യു ഗോയിങ് വിത്തൗട്ട് മീ, അല്ലെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് യു ആർ ഗോയിങ് വിത്തൗട്ട് മീ. അവർ എന്നെ കാത്തു നിർത്തി. രണ്ട് രീതിയിൽ പറയാം. നമുക്ക് കീപ്പ് എന്ന വെർബ് ഉപയോഗിക്കാം, മേക്ക് എന്ന വെർബ് ഉപയോഗിക്കാം. കാത്തു നിർത്തി, പാസ്റ്റിലാണ് കാര്യങ്ങൾ. അവർ, സബ്ജക്റ്റ് അവരാണ്. ദേ കെപ്റ്റ്, എന്നെ, മീ, വെയിറ്റിംഗ്. അതിനുശേഷം ഉപയോഗിച്ചത് ING ഫോമാണ്. ദേ കെപ്റ്റ് മീ വെയിറ്റിംഗ്. മേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ദേ മെയ്ഡ് മീ വെയിറ്റ്. ദേ മെയ്ഡ് മീ വെയിറ്റിംഗ് അല്ല, ദേ മെയ്ഡ് മീ വെയിറ്റ് ആണ്. ദേ മെയ്ഡ് മീ ടു വെയിറ്റ് എന്നും പറയരുത്. കാരണം ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുക, ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുക, ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യുക. മേക്ക് അതുപോലൊരു വെർബാണ്. അതിനുശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുക. ദേ മെയ്ഡ് മീ വെയിറ്റ്, അവരെന്നെ കാത്തു നിർത്തി, അല്ലെങ്കിൽ ദേ കെപ്റ്റ് മീ വെയിറ്റിംഗ്. അമിത വേഗതയിൽ വാഹനം ഓടിച്ചു എന്ന് അവൻ സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ്. അമിത വേഗതയിൽ വാഹനം ഓടിച്ചു.
ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. ഹി അഡ്മിറ്റഡ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. അമിത വേഗതയിൽ വാഹനം ഓടിച്ചു എന്ന് അവൻ സമ്മതിച്ചു. അല്ലെങ്കിൽ എന്ത് പറയാം? ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹി ഹാഡ് ഡ്രിവൺ ടു ഫാസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ING ഫോംസിന്റെ കൂടെ ഉപയോഗിക്കുന്ന ചില കോമൺ ആയ വേർബ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഈ ലെസൺ ഇവിടെ കംപ്ലീറ്റ് അല്ല, കാരണം ഇതുപോലത്തെ വേറെയും കുറേ വേർബ്സ് ഉണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.